ഗൈസേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അല്ല, ഞാൻ തന്നെ എടുക്കുന്ന വീഡിയോ ആണിത്. ഇതെന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ തവണ ഒരു ഫിഷ് കട്ട് ഗൗൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ബോഡിക്കോൺ പോലെ വരുന്ന രീതിയിൽ, അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ സിസ്റ്ററാണ്. അവൾക്ക് ഇങ്ങനൊരു ഫിഷ് കട്ടായിട്ടുള്ള ഗൗണ് വേണം എന്നാണ്. പക്ഷേ അധികം കൂടുതലായിട്ടൊന്നും ഇങ്ങനെ ഹെവി ആയിട്ട് ഇങ്ങനെ ബോഡി ഷേപ്പിൽ ഇങ്ങനെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടോ, എന്നിട്ടൊരു ഫൈനൽ ഒരു പാറ്റേണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വേണ്ട മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആം ഹോള് എടുത്തിട്ടുണ്ട്, ഫുൾ ലെങ്ത്ത്, പിന്നെ ആ ഒരു കട്ടിങ് കണ്ടോ, കട്ടിങ് എവിടെയാണ് വരുന്നത് എന്നുള്ള ലെങ്ത്ത് എടുത്തിട്ടുണ്ട്, അതിൻ്റെ റൗണ്ട് എടുത്തിട്ടുണ്ട്, ഷേപ്പുകൾ എടുത്തിട്ടുണ്ട്, നെക്ക്, സ്ലീവ് ലെങ്ത്ത്, പിന്നെ ആ ഒരു കട്ടിങ് വന്നിട്ട് താഴത്തേക്ക് എത്ര ലെങ്ത്താണ് വേണ്ടത്, ഫുൾ ലെങ്ത്ത് എത്ര വേണം, അങ്ങനെ നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇതിന് നമ്മൾ മെഷർമെൻറ്റ് അങ്ങനെ ഫുള്ളായിട്ട് എടുത്ത് വയ്ക്കണം. കാരണം നമ്മൾ ആ ബോഡിയുടെ ഷേപ്പിൽ ഇങ്ങനെ കിടക്കുന്നതായതുകൊണ്ട് കറക്റ്റ് ഏതൊക്കെ പൊസിഷനിലേക്കാണോ വേണ്ടത് അവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് വെക്കണം കേട്ടോ. അപ്പം ഞാൻ അതുപോലെ ഫുൾ മെഷർമെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ലൈനിങ് പീസാണ്, നെറ്റല്ലേ ഞാൻ ചെയ്യുന്നത്. സോ നെറ്റ് ആയതുകൊണ്ട് എൻ്റെ ഉള്ളിൽ നമ്മൾ സാറ്റിനാണ് ലൈനിങ് കൊടുക്കുന്നത്, അതുകൊണ്ട് സാറ്റിൻ്റെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ എടുക്കുന്ന മെഷർമെൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടില്ലേ, നമ്മൾ ആ മുട്ടിൻ്റെ മുകളിൽ നിന്നാണ്ട് താഴത്തേക്ക് വേറെ കട്ടിങ് അല്ലേ, അപ്പം മുട്ട് വരെയുള്ള ആ ഒരു ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നത്. ഓൾറെഡി ഞാൻ അവിടെ ഇപ്പോൾ വരച്ചിട്ടുള്ളത് ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ്. കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയണമല്ലോ, അതുകൊണ്ട് സീം അലവൻസിൽ വിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ലെങ്ത്ത്, എനിക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ലെങ്ത്താണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സും മാർക്ക് ചെയ്യാണ്. ഇപ്പോൾ കറക്റ്റ് ആ ഒരു വേസ്റ്റ് മാർക്ക് ചെയ്തു, വേസ്റ്റിൻ്റെ കുറച്ചുകൂടെ താഴത്തെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തു, ഹിപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിപ്പൊക്കെ എത്ര, അതായത് ഇപ്പം ഞാൻ ഈ മാർക്കുന്നത് എത്ര ലെങ്ത്തിലാണ് ഹിപ്പ്, വേസ്റ്റ് അതൊക്കെ വരുന്നതാണ് കേട്ടോ. നമ്മുടെ ലെങ്ത്താണ് വേണ്ടത്. പിന്നെ അതിൻ്റെ ആ ഒരു റൗണ്ട്, നമ്മൾ ബോഡി റൗണ്ട് എടുക്കും അല്ലേ, അങ്ങനെ റൗണ്ട് എടുത്തിട്ടും കൂടി നമ്മൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് ഫുൾ വരച്ചെടുത്തിട്ടുണ്ട്. ആ വരച്ചത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ഇറക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളുടെ കുറച്ച് ഡൗൺ ഷോൾഡറാണ്, അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഫുൾ ആ ഒരു മെഷർമെൻറ്റിൽ ആളുടെ ഷേപ്പിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്ലോത്ത് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് എനിക്ക് കുറച്ച് പണിയായിരുന്നു കേട്ടോ കട്ട് ചെയ്യാനൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും കുറച്ചധികം സീം അലവൻസ് കൊടുക്കാറുണ്ട്, ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ഓൾട്രേഷനൊക്കെ വന്നാലോ. കാരണം നമ്മൾ ബോഡി മെഷർമെൻറ്റ് ഇങ്ങനെ ഈ ബോഡി കോണൊക്കെ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുന്നതല്ലേ, അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് ആൾ തടിക്കുകയാണെങ്കിലും മെലിയാണെങ്കിലും ഒക്കെ മെഷർമെൻറ്റിൽ ചേഞ്ച് വരുമല്ലോ അങ്ങനെ. അപ്പം നമ്മൾ ഈ ഒരു ലൈനിങ്ങിനനുസരിച്ചിട്ട് ആ നെറ്റിൻ്റെ ക്ലോത്തും കൂടെ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സൈഡ് ഫുൾ ക്ലോസ് ചെയ്തു. ബാക്കിൽ ഞാനൊരു ടൈയിങ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ താഴത്തേക്ക് ഞാൻ ഡബിൾ ഷെയ്ഡിൽ വരുന്ന രീതിയിൽ നെറ്റും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഞങ്ങൾ വെയിലത്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവുമെന്ന് വിചാരിച്ച് ഉച്ചയ്ക്കാട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നിട്ട് ആളുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് ഈ സംഭവമൊക്കെ പിടിച്ചിട്ട്, പേര് എനിക്കറിയില്ല കേട്ടോ, ഒക്കെ കൊടുത്താൽ ഭംഗിയുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഞങ്ങൾ ഒക്കെ വെയിലത്ത് പോയി കട്ട് ചെയ്തിട്ടെടുക്കാം. ഈ പോകുന്ന വഴിയാണിത്. എന്നാൽ ഇരുമ്പിളി ആ ഒരു പുഴയുടെ ഒക്കെ ആ ഭാഗത്താണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതാണ് ആളായിട്ടിട്ടുള്ള ലുക്ക്. എങ്ങനെയുണ്ട് കാണാൻ? ഞാൻ സ്ലീവും കുറച്ച് ഇങ്ങനെ പഫ് സ്ലീവ് ഒന്നും കൊടുക്കാതെ ചെറിയൊരു ഫ്രിൽസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ആളിത് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായി കേട്ടോ. കാരണം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആൾക്ക് കറക്റ്റ് ആളുടെ ആ ഷേപ്പിൽ വരുന്ന രീതിയിൽ കിടക്കുന്നുണ്ട്, എന്നാൽ അധികം ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ ബോറായിട്ടുമില്ല. ബാക്ക് കണ്ടോ, ബാക്കൊക്കെ ഞാൻ ആ രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങളെങ്ങനെയുണ്ടെന്നൊന്ന്